ആലോചിക്കണം മോളെ. ഹരിയോ അമ്മാവനോ ഇപ്പൊ ഈ കാര്യം അറിഞ്ഞാൽ വഴക്കൊക്കെ മറന്ന് അവര് നിന്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. അത് മതി ജീവന് സംശയം ഉണ്ടാവാൻ. ഹരിയുടെ കൂടെ നീ ജീവിക്കുന്നത് പൊറുക്കാത്തവനാണവൻ. അപ്പൊ നീ ഗർഭിണിയാണെന്ന് കൂടി അറിഞ്ഞ അത് മാത്രമല്ല മോളെ, നിനക്കെതിരെ ഒരു കേസ് കൊടുക്കാനുള്ള അവകാശം അവൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഈ അവസ്ഥയില് കോടതി മുറിയിൽ പോയി നിൽക്കേണ്ടി വരില്ലേ നീ? ആളുകള് നിന്നെ നോക്കി പരിഹസിക്കില്ലേ? അതെങ്ങനെയാ മോളെ നീ സഹിക്കുക? അമ്മ പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ ഈ കാര്യം ഹരിയോട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ അമ്മേ. ജീവന്റെ ഭീഷണി കേട്ട് ഹരിയോട് സംസാരിക്കുന്നത് പോലും ഞാൻ ഒഴിവാക്കി. ഹരി അതിന്റെ സങ്കടത്തില്. ആ സങ്കടങ്ങളൊക്കെ ഇതോടെ തീരണം. ഞങ്ങൾക്കൊരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു എന്നതിന്റെ സന്തോഷം ഞങ്ങൾക്ക് ഒന്നിച്ച് അനുഭവിക്കണം അമ്മേ. അങ്ങനെയാണ് മോളുടെ തീരുമാനമെങ്കിൽ ഞാൻ ഇനി എതിർക്കുന്നില്ല. പക്ഷേ മോള് ഹരിയോട് പറയണം, കേസോ അന്വേഷണമോ ഒന്ന് മുറുകി ജീവന്റെ ശല്യം അവസാനിക്കുന്നത് വരെ ജീവന്റെ അടുത്ത് നമ്മൾ ആരും ഇത് പറയില്ലെന്ന്. പറയാം. അമ്മ കൂടി ഹരിയെ അത് ഓർമ്മിപ്പിച്ചാ മതി. അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു കുഞ്ഞ് പിറന്ന് അതിനെ കാണുന്നു. അച്ഛനതിന് യോഗം ഉണ്ടായില്ല, യോഗം കൊടുത്തില്ല, കൊന്നു കളഞ്ഞില്ലേ.